ഹായ്, ദിസ് ഈസ് മുഫീദ ഫ്രം ചമൻ മെഹന്തി. നമ്മൾ ഇന്ന് നോക്കുന്നത് ഫില്ലിങ്സ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബേസിക് എലമെൻസും വൈൻസ് പാറ്റേണും ഒക്കെ നോക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി ചെക്ക് ചെയ്യണം, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ ഫില്ലിങ്സ് നോക്കാം. ഫില്ലിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത്. ഒരു സ്വേള് വരയ്ക്കുന്നത്. സ്വേള് മൊത്തം ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്താൽ ഫസ്റ്റത്തെ ഫില്ലിംഗ് ആകും. അതിൽ നമ്മൾ സ്വേള് മാത്രം വരക്കാം. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു റൗണ്ട് അതിൻ്റെ മേലെ വരക്കാം, പിന്നെ വേണമെങ്കിൽ 2 റൗണ്ട് വരക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഒറ്റ സ്വേള് വരച്ചിട്ട് ഫില്ല് ചെയ്യണം, പിന്നെ അതിൻ്റെ മേലെ ഒരു റൗണ്ട്, പിന്നെ അതിൻ്റെ മേലെ 2 റൗണ്ട്, അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പല ഡിസൈനും കിട്ടും. അതിൻ്റെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു റൗണ്ട് വരച്ചിട്ടുള്ളതാണ് വരയ്ക്കുന്നത്. പിന്നെ ഇത് വരയ്ക്കുമ്പോൾ സ്വേളിൻ്റെ വലുപ്പം ഡയറക്ഷനൊക്കെ ഈക്വൽ ആയിരിക്കണം. അടുത്ത ഫില്ലിങ് വന്നിട്ട് ഒരു റൗണ്ട് വരച്ചു. നമ്മളതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് കൊടുത്തു, സെൻറ്ററിലല്ല സൈഡിലായിട്ട്. പിന്നെ 2 റൗണ്ട് കൂടി അതിൻ്റെ പുറത്തായിട്ട് കൊടുത്തു. ഇങ്ങനെ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഡോട്ട് മാത്രം വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം, പിന്നെ ഡോട്ടും ഒരു റൗണ്ടും വെച്ചിട്ട് ചെയ്യാം, പിന്നെ ഡോട്ടും 2 റൗണ്ടും വെച്ച് ചെയ്യാം. അപ്പോൾ നല്ല നല്ല പുതിയ ഡിസൈൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അത് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയയും കിട്ടും. ഫില്ലിങ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, ഒരു റൗണ്ട് മാത്രം വരുമ്പോൾ അതിൻ്റെ മേലെ ഒരു റൗണ്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ഗ്യാപ്പില്ലാതെ വേണം നമ്മളിത് ചെയ്യാൻ. റൗണ്ടിൻ്റെയൊക്കെ സൈസ് ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് ആ ഫില്ലിങ്സിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഡോട്ട് കൊടുത്തത് ഒരറ്റത്തായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെൻറ്ററിലായിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഡിസൈൻ കിട്ടും. പ്രാക്ടീസ് ചെയ്ത് നോക്കി പുതിയ ഡിസൈനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾക്ക് എത്രയോ ക്രിയേറ്റീവ് ആവാൻ പറ്റുമോ അത്രയും ആവാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആദ്യം ഞാനൊരു സ്വേള് വരച്ചു. അതിൻ്റെ മേലെ ഹമ്പ് വരച്ചിട്ടുള്ള നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫ്ലവർ വരയ്ക്കൂലേ, അത് വരച്ചു. പിന്നെ അതിൻ്റെ മേലെ ഇടവിട്ട് ഡോട്ട് കൊടുത്തു. ഡോട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ലൈനിങ് കൂടി കൊടുത്തു. ഈ സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു ഫില്ലിംഗ് ആണ് കിട്ടുക. കുറച്ച് ലാർജ് ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും. ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും. വലിയ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇതിൽ നമ്മൾ സ്വേള് വരയ്ക്കുന്നതിൻ്റെ റൗണ്ടും ഹംസും ഒക്കെ വൃത്തിയിൽ ചെയ്യണം, ഡോട്ടൊക്കെ. അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. നിങ്ങളിപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ